പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ജലഗതാഗതത്തിൽ ഓടുന്ന ബോട്ടുകൾ, ആവശ്യത്തിന് ബോട്ടുകളില്ല, ഉള്ള ബോട്ടുകൾ കൃത്യമായി പോകുന്നില്ല, അതിന് റിപ്പയർ നടത്തുമ്പോൾ പകരം കൊടുക്കുവാൻ ബോട്ടുകളില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഒരുപക്ഷെ സാധാരണക്കാരൻ, നമ്മൾ റോഡിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകില്ല. പക്ഷെ ജലഗതാഗതത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അവരുടെ ജീവിതത്തിന്റെ ഒരു നിത്യഭാഗമാണ് ഈ ബോട്ട് യാത്ര. ഒരു വട്ടം ബോട്ട് മുടങ്ങുമ്പോൾ ഒരുപക്ഷെ അവരുടെ അന്നത്തെ അന്നമാണ് മുടങ്ങുന്നത്. ഇങ്ങനൊരു സാഹചര്യം എന്തുകൊണ്ട് വന്നു? അതിനൊരു പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ കീഴിലാണ് ഈ ബോട്ടുകളെല്ലാം സർവീസ് നടത്തുന്നത്. ബോട്ടുകൾ എല്ലാ വർഷവും വാങ്ങിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ബഡ്ജറ്റ് ചെയ്യാറുമുണ്ട്. അങ്ങനെ 2000 തൊട്ട് 2010 മുതൽ 2013 വരെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിൽ നിന്നും ഒരു വർഷത്തിൽ ഏതാണ്ട് 12-13 ബോട്ടുകൾ വെച്ച് ഉണ്ടാക്കി സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സാങ്കേതിക വശങ്ങൾ നോക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. 100 പേർ കയറുന്ന ബോട്ട്, 75 പേർ കയറുന്ന ബോട്ട്, അപ്പർ ഡെക്കുള്ള ടൂറിസ്റ്റ് കം പാസഞ്ചർ ബോട്ടുകൾ, വാട്ടർ ബസ്സുകൾ, അതായത് ബൈക്കും യാത്രക്കാരും ഒന്നിച്ചു പോകുന്ന ബോട്ടുകൾ, ഇങ്ങനെയുള്ള 40ഓളം ബോട്ടുകൾ സീരീസായി പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന് കൊടുത്തിട്ടുണ്ട്. അതാണിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ 2013 ശേഷം ഒറ്റ ബോട്ട് പോലും സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് വാങ്ങിച്ചിട്ടുമില്ല, സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുമില്ല. കാരണം 2013 കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ചില സാങ്കേതിക വിദഗ്ധർ ഗവൺമെന്റിന് ഒരു പ്രപ്പോസൽ കൊടുത്തു, സോളാർ ബോട്ട്. അതിനുവേണ്ടി ഗവൺമെന്റ് മാറ്റിവെച്ചത് 1.7 crores ആണ്. ഒരു സാധാരണ ബോട്ടിന് 40 ലക്ഷം രൂപയ്ക്ക് പൊതുമേഖലാ സ്ഥാപനം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് 1.7 crores മാറ്റിവെച്ചതെന്ന് ഓർക്കണം. ഈ 1.7 crores വെച്ചിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സാങ്കേതിക വിദഗ്ധർ ഒരു പ്രൈവറ്റ് കമ്പനിയുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കി. ആ പ്രൈവറ്റ് കമ്പനിക്ക് ഇങ്ങനെയുള്ള ബോട്ട് ഉണ്ടാക്കി യാതൊരു പരിചയവുമില്ല, അവർക്കൊരു ബോട്ട് യാർഡ് പോലുമില്ല. അവർക്ക് ഏതാണ്ട് 1 കോടിയിൽ കൂടുതൽ രൂപ ഇപ്പോൾ കൊടുക്കുകയും ചെയ്തു. ആ കാശ് കൊണ്ട് പടന്ന എന്ന സ്ഥലത്ത് ഒരു 2-3 ഏക്കർ സ്ഥലം വാങ്ങിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. 2015 മാർച്ചിൽ ഹാൻഡ് ഓവർ ചെയ്യേണ്ട ബോട്ടാണ്. ഇന്ന് വരെ അത് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അതിന്റെ ഗതി എന്താണെന്ന് ആർക്കും അറിയത്തുമില്ല. അത് കഴിഞ്ഞു. ഇനി അടുത്ത സംരംഭമാണ്. അതെന്താണ്? റെസ്ക്യൂ ബോട്ടുകൾ. അതായത് ഒരു ബോട്ട് എവിടെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ ഉടനെ ഓടിച്ചെന്ന് അവരെ രക്ഷപ്പെടുത്തുക. ഞാനൊന്ന് ചോദിക്കട്ടെ, വേമ്പനാട് കായലിന്റെ നടുക്ക് കിടക്കുന്ന ഒരു ബോട്ട് മുങ്ങുകയോ മറിയുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ എവിടെയോ കിടക്കുന്ന ഒരു റെസ്ക്യൂ ബോട്ട് എങ്ങനെ സ്ഥലത്തെത്തും? ഹെലികോപ്റ്ററിൽ ചെന്നാൽ പോലും എത്താൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ചുറ്റുവട്ടമുള്ള ഹൌസ് ബോട്ടുകൾ വന്ന് രക്ഷിക്കും. അതേ മാർഗമുള്ളൂ. അപ്പോഴാണ് ഹൈ സ്പീഡ് റെസ്ക്യൂ ബോട്ടുകൾ. അത് 4 എണ്ണമാണ്. ഓരോന്നിനും ഓരോ കോടിക്ക് മേളിലാണ് അതിന്റെ വില. അതും കൊടുത്തിരിക്കുന്നത് ഈ പ്രൈവറ്റ് കമ്പനിക്കാണ്. ഈ പ്രൈവറ്റ് കമ്പനി എവിടെയൊക്കെ സബ് കോൺട്രാക്ട് കൊടുക്കും. അതിന് ഇറങ്ങുമോ എന്നുള്ളതും കണ്ടറിയണം. ഇങ്ങനെ ബോട്ടുകൾക്ക് വേണ്ടി ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുന്ന തുകകൾ മുഴുവൻ ഇങ്ങനെ അടിച്ചു മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന്റെ പരിണത ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടുകളില്ല, ജനങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ ബോട്ടുകളില്ല. ഇപ്പോൾ അതിന്റെ ഏറ്റവും ഡേഞ്ചറസ് വശമുണ്ട്. ഈ സോളാർ ബോട്ട് ഇറങ്ങുന്നു എന്ന് തന്നെ വെക്കുക. അത് ഓടേണ്ടത് വൈക്കം തവണക്കടവ് എന്ന ഏരിയയിലാണ്. അവിടെ ഏതാണ്ട് 3 കിലോമീറ്ററോളം നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. ഞാനത് പോയി കണ്ടതാണ്, വെരിഫൈ ചെയ്തതാണ്. ആ സ്ഥലത്തിനകത്തുള്ള ഒഴുക്ക് എത്രയുണ്ട് എന്ന് പോലും വെരിഫൈ ചെയ്യാതെയാണ് ഈ സാങ്കേതിക വിദഗ്ധർ ഈ പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നത്. ഇനി അത് ഓടുകയാണെന്ന് വെച്ചു 100 പേരെ കയറ്റിക്കൊണ്ട് പോകുന്ന ബോട്ടാണെന്ന് ഓർക്കണം. എപ്പോഴും സൂര്യഭഗവാൻ ഉണ്ടാകത്തില്ലല്ലോ. സൂര്യനില്ലാത്തപ്പോൾ എന്താ സംഭവിക്കുന്നത്? ബാറ്ററിയിൽ നിന്ന് എനർജി എടുക്കണം. ഈ ബാറ്ററി എന്നുള്ള എനർജി ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കത്തില്ലല്ലോ. ഒരു 2 തവണ ഓടി കഴിയുന്നുണ്ടെ അതിന്റെ എനർജി അങ്ങ് ഡ്രെയിൻ ഔട്ട് ചെയ്യും. നമ്മളൊരു ടോർച്ച് എടുത്ത് കുറെ നേരം അടിച്ചു വെച്ചിരുന്ന അങ്ങനെ ബാറ്ററി അതിന്റെ ലൈറ്റ് ഒരേപോലെ നിൽക്കുമോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ എനർജി ഡ്രെയിൻ ഔട്ട് ചെയ്യും.
എനർജി ട്രെയിൻ ഔട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 100 പേരെ കയറ്റിക്കൊണ്ടുവന്ന ബോട്ടിന് അത്രയും ഒഴുക്ക് ക്രോസ് ചെയ്യുവാനുള്ള എനർജി കാണില്ല. അപ്പോഴെന്ത് ചെയ്യും? ഈ ഒഴുക്ക് വന്ന് ഈ ബോട്ടിനെ എടുത്ത് നേരെ തണ്ണീർമുക്കം വണ്ടിക്കൊണ്ടിന്നിടും. ആ പോകുന്ന വഴിയിലെല്ലാം ഷാലോ വാട്ടറാണ്. ബോട്ട് അടിയിൽ തട്ടി മറിഞ്ഞും പോകും. ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ആസ്പെക്ട്സുകൾ പോലും പഠിക്കാതെ ഒരു റിപ്പോർട്ട് തട്ടിക്കൂട്ടി ഒരു പ്രൈവറ്റ് കമ്പനിയുമായി ടൈഅപ്പ് നടത്തി ഗവൺമെന്റിന്റെ കാശ് ലൂട്ട് ചെയ്യുകയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ചില സാങ്കേതിക വിദഗ്ധർ. അതിനെ ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ പേരിൽ എനിക്ക് കിട്ടിയത് ഒരു നല്ല നീട്ടിപ്പിടിച്ചൊരു സസ്പെൻഷനാണ്. അങ്ങനെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാനിങ്ങനെ സസ്പെൻഷനിൽ ഇങ്ങനെ വീട്ടിൽ ഒരു പണിയില്ലാതെ ചൊറിയും കുത്തിയിരിക്കുകയാണ്. പക്ഷേ അതിന്റെ പരിണത ഫലം വരാൻ പോകുന്നത് ഇനിയുള്ള വരും സമയത്താണ്. ജലഗതാഗതത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളെ നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുക. അല്ലാതെ വേറെ ഒരു മാർഗവും ഈ തട്ടിപ്പിനെ കൈകാര്യം ചെയ്യുവാൻ വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ വേണ്ടപ്പെട്ട എല്ലാ ബന്ധപ്പെട്ട ഓഫീസേഴ്സിനെ എഴുതി നോക്കി ഒന്നും സംഭവിക്കുന്നില്ല. ഗുഡ് ലക്ക്. താങ്ക് യു വെരി മച്ച്.